ശ്രീചേട്ടൻ തൃശ്ശൂരിൻ്റെ അഭിമാനമായത് ത്യാഗോജനമായ പ്രവർത്തനം കൊണ്ടാണ്. ശ്രീചേട്ടൻ തനിനാടൻ മലയാളം ചാനലിനോട് സംസാരിക്കുന്നു. സ്വാഗതം. കഴിഞ്ഞ 16 വർഷമായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അതൊരു ചോദ്യം വരും, 16 വർഷം എന്തിനെ കാത്തിരുന്നു? അതെ, അതിനെന്ത് മറുപടിയാണ് പറയുന്നത്? 16 വർഷമായിട്ട് കാത്തിരുന്നത് പ്രതീക്ഷകൾ കൊണ്ടാണ്. പ്രസ്ഥാനത്തിന് നമ്മൾ എന്നെപ്പോലൊരു വ്യക്തി 6 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ്. അതായത് ബുദ്ധി ഉറയ്ക്കാത്ത സമയം തൊട്ട് ഈ പ്രസ്ഥാനത്തിൽ, അതായത് RSS എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൽ അതിൻ്റെ ശിശു എന്ന് പറയും, ശിശു ആ ഘട്ടം തൊട്ട് അതിൽ പ്രവർത്തിച്ചു, അതിൽ കൂടി വളർന്നു. വിദ്യാഭ്യാസ കാലഘട്ടത്തിലും അതിന് ശേഷവും ഒക്കെ RSSൽ പ്രവർത്തിച്ചു. RSSൻ്റെ നിയോഗം അനുസരിച്ചിട്ടാണ്, RSS ആണ് BJPയിലേക്ക് എന്നെ നിയോഗിച്ചത്. ആ നിയോഗം അനുസരിച്ചാണ് BJPയിൽ ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയത്. അന്ന് RSS എന്നെ BJPയിലേക്ക് നിയോഗിക്കുമ്പോൾ പറഞ്ഞത്, RSSന് പൊതുവായിട്ടൊരു അടിസ്ഥാന തത്വം ഉണ്ടായിരുന്നു. ഓരോ പരിവാർ പ്രസ്ഥാനങ്ങളും അവരുടെ കാലിൽ തന്നെ നിൽക്കണം, കാര്യങ്ങൾ ചെയ്യണം. അന്ന് RSSനെ എന്തിനും ആശ്രയിക്കുന്ന അവസ്ഥയായിരുന്നു BJPക്ക്. ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് എന്നെ BJPയിൽ തീരുമാനിച്ചതും. ഞാൻ BJPയിൽ ആദ്യം ഏറ്റെടുത്ത സ്ഥാനം തൃശ്ശൂർ ടൗൺ പ്രസിഡൻ്റ് എന്നുള്ള പോസ്റ്റാണ് ഏറ്റെടുത്തത്. അതിനുമുമ്പ് വാർഡിൽ കുറച്ച് കാലം വർക്ക് ചെയ്തു. അങ്ങനെ ടൗൺ പോസ്റ്റ് ഏറ്റെടുത്ത് വാർഡിൽ നിന്ന് ടൗണിലേക്ക് വന്ന്, ടൗണിൽ നിന്ന് മണ്ഡലത്തിലേക്ക് വന്ന്, മണ്ഡലത്തിന് ജില്ല, അങ്ങനെ വളർന്ന ആളാണ്. അപ്പോൾ ആ വിവിധ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു 25 വർഷം അങ്ങനെ BJPയുടെ ആ കാലഘട്ടത്തിൽ കൂടി ഞാൻ പോയി. അവസാനമാണ് 2 തവണ ജില്ലാ പ്രസിഡൻ്റായത്. അതിനവണ ജില്ലാ സീനിയർ വൈസ് പ്രസിഡൻ്റായിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു, അങ്ങനെ പല ഉത്തരവാദിത്തം വഹിച്ചു. അവസാനം BJPയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രചരണ സമിതിയുടെ സംസ്ഥാന ചെയർമാനായിരുന്നു. അതായിരുന്നു എൻ്റെ ആവശ്യം. അപ്പോൾ ഈ 16 കൊല്ലം കാത്തിരുന്നത്, ഇത്രയും കാലം ആ പ്രസ്ഥാനത്തിലാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ. ഞാൻ പ്രവർത്തിച്ച എൻ്റെ യൗവനവും എൻ്റെ പ്രയത്നങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിലാണ്. ആ പ്രസ്ഥാനം തിരിച്ചു വിളിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ 16 വർഷം പോയി. പിന്നെ ഞാനിവിടെ ഗ്രൂപ്പ് വിളിക്കാൻ നിന്നില്ല. പ്രസ്ഥാനം എന്നെ ഒഴിവാക്കിയ സമയത്ത് ഞാനിവിടെ നിന്ന് ബാംഗ്ലൂർക്കും ഡൽഹിക്കൊക്കെ പോയി, മദ്രാസിലൊക്കെ. അങ്ങനെ ഇവിടെ ഞാൻ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെങ്കിൽ പിന്നെ അത് ഗ്രൂപ്പിസത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിർത്തിവെച്ച് ഞാനിവിടെ പോകാനുണ്ടായി. താങ്കൾ വളർത്തി വലുതാക്കിയ ശിഷ്യന്മാർ തന്നെയാണ് ശരിക്കും താങ്കൾക്ക് ഇന്ന് രാഷ്ട്രീയത്തിലെ ഭാര്യയെന്ന കുറിച്ച് അഭിപ്രായത്തെ വെച്ച് താങ്കൾ? അത് അങ്ങനെയാണ് പൊതു സ്വഭാവം. അതിപ്പോൾ ഈ ഇതിൽ മാത്രമല്ലല്ലോ, ഇപ്പം അത് പലരുടെയും അനുഭവത്തിൽ, പലരുടെയും ജീവിതത്തിൽ, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പലരുടെയും അനുഭവത്തിൽ ചോദിച്ചാൽ അല്ലെങ്കിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യമല്ലേ അത് കോൺഗ്രസ്സിൽ നോക്കുകയാണെന്ന് വെച്ചാൽ കരുണാകരൻ്റെ, ഉമ്മൻചാണ്ടിയുടെ, AK ആൻ്റണിയുടെ ഒക്കെ അനുഭവങ്ങൾ, CPMലാണെന്ന് വെച്ചാൽ അച്യുതാനന്ദൻ്റെ, അതിനു മുമ്പുള്ള കാലഘട്ടം നോക്കുകയാണെന്ന് വെച്ചാൽ കൃഷ്ണപിള്ളയുടെ, ചടയം ഗോവിന്ദൻ്റെ. അങ്ങനെ ഞാൻ കേരളത്തിലെ രാഷ്ട്രീയം പറയുന്നു. അഖിലേന്ത്യാ രാഷ്ട്രീയം പറയുകയാണെന്ന് വെച്ചാൽ BJPയിൽ തന്നെ മദൻലാൽ ഗുരാനിക്ക് സംഭവിച്ചത്, കല്യാൺ സിംഗിന് സംഭവിച്ചത്, ഉമാഭാരതിക്ക് സംഭവിച്ചത്, വഘേലിക്ക് സംഭവിച്ചത്, യെദ്യൂരപ്പയ്ക്ക് സംഭവിച്ചത് ഒക്കെ നമ്മുടെ അനുഭവത്തിലുണ്ടല്ലോ. അപ്പോൾ അത് ഒരു പൊതു സ്വഭാവമാണത്, മനുഷ്യ സഹജമായിട്ടുള്ള സ്വഭാവമാണ്. പറഞ്ഞ പോലെ ശരിക്കൊരു BJP പ്രസ്ഥാനത്തിൽ ഒരു പോരാളി എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള ചുരുക്കം ചിലരിൽ ഒരാൾ ആണ് താങ്കൾ. വേണമെങ്കിൽ നമുക്ക് കോൺഗ്രസ്സിലെ K. സുധാകരനെ സാധ്യപ്പെടുത്തി പറയുകയാണെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള പോരാളികൾ ഈ പ്രസ്ഥാനത്തിൽ കൊണ്ടുപോകാം. പലരും പല രീതിയിൽ നോമിനേറ്റ് ചെയ്ത് വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് തടസ്സം, അതുകൊണ്ടാണ് ഇത്ര വർഷം മാറി നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിന് താങ്കൾ ഏതൊക്കെ രീതിയിലാണ് പ്രതികരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ സ്വതന്ത്രം മത്സരിക്കുന്നുണ്ട്. അതെ. അപ്പോൾ അത് എന്നിട്ടും നിങ്ങളെ അവർ ഗവനിക്കുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഗവനിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല മത്സരിക്കുന്നത്. മത്സരിക്കാൻ തീരുമാനിച്ചത് ഞാൻ ഒറ്റയ്ക്കല്ല. എന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ അഭ്യർത്ഥന കഴിഞ്ഞ 6 മാസം മുൻപേ എന്നോടുണ്ടായിരുന്നു, ഇത്തവണ സ്വതന്ത്രമായിട്ട് മത്സരിക്കണം. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പ്രതിഷേധം കേൾക്കാൻ ആരുമില്ല. അധികാരസ്ഥാനത്തിരിക്കുന്ന ആർക്കും അതിന് താല്പര്യമില്ല, അല്ലെങ്കിൽ അതിന് മുതിരുന്നില്ല. ധാരാളം പ്രവർത്തകരുണ്ട്, ഞാൻ മാത്രമല്ല. അതായത് എന്നെപ്പോലെ ധാരാളം പ്രവർത്തകർ, കഴിവുള്ള പ്രവർത്തകർ കേരളത്തിൽ
അങ്ങോളം ഇങ്ങോളം മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്, ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്, അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അവഗണനയ്ക്കും അടിച്ചമർത്തലിനും ഒഴിവാക്കലിനൊക്കെ എതിരെയുള്ള പ്രതിഷേധമാണ് എൻ്റെ. കേരളത്തിലെ ഈ എല്ലാ പ്രവർത്തകർക്കും വേണ്ടി ഒരു ചാവേറ് പോലെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. മത്സരിക്കുക എന്നുള്ളത്, മത്സരിച്ചാൽ അവിടെ എത്ര വോട്ട് കിട്ടും എന്നുള്ളത് നമ്മുടെ പ്രതിഷേധം ജനത്തെ അറിയിക്കും. ആ ജനത്തെ അറിയിപ്പിക്കുന്നത് ഇത്രയും കാലം ചെറുപ്പം തൊട്ടേ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിലെ ചില വ്യക്തികൾ, പ്രസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല, പ്രസ്ഥാനമൊക്കെ വളരെ സ്നേഹത്തിലും നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത്. പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിൻ്റെയോ പ്രസ്ഥാനത്തിൻ്റെയോ അല്ല തെറ്റ്, അതിൻ്റെ ചുമതലയിൽ വഹിക്കുന്ന ചില വ്യക്തികളുടെ കാഴ്ചപ്പാടിൻ്റെയോ അല്ലെങ്കിൽ നമ്മളുടെ മുന്നേറ്റത്തിൻ്റെയോ അസഹിഷ്ണുതയായിരിക്കും ഇത് കാരണമെന്ന് വിചാരിക്കും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ 2 തവണ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ഞാൻ ജില്ലാ പ്രസിഡൻ്റായത് എന്നെ മുകളിൽ നിന്ന് നൂലിൽ നിന്ന് കെട്ടിയിറക്കിയതല്ല. ജില്ലാ പ്രസിഡൻ്റായിട്ട് ഞാൻ സംഘടന അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യമനുസരിച്ച് അധികാരം ഉപയോഗിച്ച് മത്സരിച്ച് ജയിച്ച് 2 തവണ ജില്ലാ പ്രസിഡൻ്റായ ആളെ ഞാൻ. മറ്റുള്ളവർക്കൊന്നും ആ അവകാശം ഇല്ല, അവകാശപ്പെടാൻ ആർക്കും പറ്റില്ല. തൃശ്ശൂർ ജില്ലയിൽ 2 തവണയും മത്സരിച്ച് പ്രസിഡൻ്റായ ആൾ ഞാൻ മാത്രമാണ്. മറ്റുള്ളവർ, പിന്നെ ഗോപിനാഥ് എന്ന് പറയുന്ന ആളും എൻ്റെ കൂടെ നിന്ന് മത്സരിച്ച് 1 തവണ ജയിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും നോമിനേറ്റഡ് ആണ്. എനിക്ക് ശേഷം വന്ന എല്ലാ പ്രസിഡന്റുമാരും നോമിനേറ്റഡ് ആണ്. ശേഷം ഇലക്ഷനിൽ 1 വോട്ടിന് 2 വോട്ടിനാണ് തോറ്റത്. അങ്ങനെ എനിക്കെതിരെ മത്സരിച്ചപ്പോൾ നോ എനിക്കെതിരെ 2 തവണയും മത്സരിച്ചിട്ട് ഇപ്പോഴത്തെ മേഖലാ പ്രസിഡന്റ് നാഗേഷാണ്. അദ്ദേഹം വളരെ ബാക്കിലായിരുന്നു. അദ്ദേഹത്തിന് ആകെ കിട്ടി 180 വോട്ടാണ്. എനിക്ക് 386 വോട്ടാണ് കിട്ടിയത്. അത് 2ാമത്തെ തവണ അദ്ദേഹത്തിന് മത്സരിക്കാൻ തന്നെ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ തള്ളികളെയും ശരിയല്ല. ഗോപാലകൃഷ്ണൻ ജയിച്ചിട്ടില്ല. ഗോപാലകൃഷ്ണൻ നോമിനേറ്റഡ് എല്ലാവരും, ബാക്കി എല്ലാവരും നൂലിപ്പോൾ കെട്ടിയിറക്കിയതാണ്. ആരും മത്സരിച്ച് വന്നവരല്ല. പിന്നീട് ഇന്നേവരെ ജില്ലയിൽ ഒരു മത്സരം പ്രസിഡന്റ് അങ്ങനെ ഉണ്ടായില്ല. മോളിൽ തീരുമാനിക്കും, അവരാവും. അങ്ങനെയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് പറയാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ജയിക്കുക പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ പ്രവർത്തകരെ മനസ്സിൽ ആര് ജീവിക്കുന്നു അവൻ ജയിക്കും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 16 വർഷമായിട്ടും എന്നെ ഒഴിവാക്കി നിർത്തിയിട്ടും സാമാന്യ വിവരമുണ്ടെങ്കിൽ ആലോചിക്കാൻ അറിഞ്ഞൂടെ? എനിക്കൊരു സ്നേഹവിരുന്ന് തരുവാനും അതിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുവാനും പിന്നെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുമ്പോൾ എനിക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കാനും ഇപ്പോൾ 15-ാം തീയതി സംഗമം വെച്ചിട്ടുണ്ട്. ഇലക്ഷൻ കൺവെൻഷൻ ടൗൺ ഹാളിൽ വെച്ചിട്ടുണ്ട്. ടൗൺ ഹാളിൽ ഒരു ഇലക്ഷൻ കൺവെൻഷൻ വയ്ക്കാൻ ഉള്ള ധൈര്യം കാണിക്കണമെന്നുണ്ടെങ്കിൽ മാർച്ച് 15 15-ാം തീയതി. അപ്പോൾ അത് ചെറിയ കാര്യമല്ലല്ലോ. വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികളാണ് അവിടെ കൺവെൻഷൻ വയ്ക്കുക. എല്ലാവരും പങ്കെടുക്കാം. ഈ തൃശ്ശൂർ അസംബ്ലിയിലത്തെ പ്രവർത്തകർ, എന്നെ പിന്താങ്ങുന്ന പ്രവർത്തകർ, പിന്നെ എന്നെ സ്നേഹിക്കുന്നവരും വരും. പുറമേ നിന്ന് ആരും ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. ഇതൊരു അസംബ്ലിയുടെ കാര്യമായതുകൊണ്ട് ഇതിനുള്ളിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. ക്ഷണിച്ചാലൊക്കെ വരാവുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. നമ്മളങ്ങനെ ഇത് വൈകിട്ടാക്കേണ്ട. ഇലക്ഷൻ സമയമല്ലേ, ഇവിടുത്തെ പ്രതിഷേധം ഇവിടെ അറിയിക്കാം. ഈ ചെറിയ ദിവസം കൊണ്ട് എങ്ങനെ എത്രയധികം പേര് ടൗൺ ഹാളിലേക്ക് എത്തുക? അതെത്തും. 2 ദിവസം കൊണ്ട് അതെത്തും. ഒരു കൺവെൻഷൻ നടത്തിയ ആളുകൾ വരുന്നുള്ള കോൺഫിഡൻസ് എന്താ? അത് കൂടെ പ്രവർത്തകരുണ്ട്, കഴിവുള്ള പ്രവർത്തകരുണ്ട്. വെറും പ്രവർത്തകരല്ല, ആർക്കും വേണ്ടാത്ത പ്രവർത്തകരല്ല, കഴിവുള്ള പ്രവർത്തകരുടെ കൂടെ ഉണ്ട്. അതാണ്. തൃശ്ശൂർ ജില്ലയിൽ 13 മണ്ഡലം മനപ്പാടാണ്. തൃശ്ശൂർ ജില്ലയിലെ കേരളം മൊത്തം, കേരളത്തിലെ ഏത് മുക്കുമൂലയും എനിക്കറിയാം. ഞാൻ പ്രവർത്തിക്കാത്ത ഏരിയയിലാണ്. ഞാൻ RSSൻ്റെ പ്രവർത്തനമായിട്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്, കൊല്ലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്, ആലപ്പുഴ പ്രവർത്തിച്ചിട്ടുണ്ട്, എറണാകുളം പ്രവർത്തിച്ചിട്ടുണ്ട്, പാലക്കാട് പഠിച്ച് വളർന്നതാണ്. അതിന് മലപ്പുറം അറിയാം, കോഴിക്കോട് അറിയാം, കാസർഗോഡും ഒക്കെ അറിയാം, കണ്ണൂരൊക്കെ അറിയാം, എല്ലാ ജില്ലയും, വയനാട് നല്ലപോലെ അറിയാം, എല്ലാ ജില്ലയും അറിയാം. അവിടെ പ്രവർത്തകരായിട്ട് ധാരാളം ബന്ധങ്ങളുണ്ട്. ഞാൻ DPF എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ അന്ന് BJP മാറ്റിയ ഉടനെ എന്നെ സ്നേഹിക്കുന്ന പ്രവർത്തകരെ കൂടിയിട്ട് ഞാനൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി, ഡെമോക്രാറ്റിക് പീപ്പിൾ ഫോറം എന്നിട്ട്. അത് എല്ലാ ജില്ലയിലും അതിന് ഇതുണ്ടായിരുന്നു, ഘടകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ DPF ഫോറം വീണ്ടും ആരംഭിക്കുമോ? അത് ഒരു ഫോറം അന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ വന്നു. നമ്മളൊരു ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ, പ്രവർത്തകർക്ക് പല പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണം. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബാധ്യത നമുക്ക് വരാൻ പാടില്ല. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ചിന്തിക്കണം. എന്തായാലും ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇതേപോലെ നിങ്ങളെപ്പോലെ കഴിവുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അവരും ഒരു തിരിച്ചറിവിൻ്റെ പാതയിൽ അവർക്കും മനസ്സിലായി പാർട്ടി തങ്ങളോട് ചെയ്ത ചതിയും അല്ലെങ്കിൽ വഞ്ചനയ്ക്ക് അവർ തിരിച്ചറിഞ്ഞ് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ ശ്രീ ചേട്ടനും
അങ്ങനത്തെ ഒരു തിരിച്ചറിവിൽ എത്തി നിൽക്കുകയാണെന്ന് ചോദിക്കും. തിരിച്ചറിവെന്ന് വെച്ചാൽ അവരോട് ആ പ്രസ്ഥാനം കാണിക്കുന്നതും എന്നോട് എൻ്റെ പ്രസ്ഥാനം കാണിക്കുന്നതും രണ്ടാണ്. അത് അവരുടെ എന്തൊക്കെയോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്, ഇതും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടി രണ്ടിനെയും ഒരേ ആംഗിളിൽ കൂടി നമ്മൾ കാണണ്ട. അത് വിഷയം വേറെ, അത് നമുക്ക് ബന്ധമില്ലാത്ത വിഷയമാണ്. എന്നിരുന്നാൽ കൂടി ഇത് അവർ നടത്തുന്നത് ആ പ്രസ്ഥാനത്തോടുള്ളൊരു പ്രതിഷേധമാണ്. ഞാൻ നടത്തുന്നത് എൻ്റെ പ്രസ്ഥാനത്തോടുള്ള പ്രതിഷേധമല്ല, ചില വ്യക്തികളോടുള്ള പ്രതിഷേധമാണ്. രണ്ടാണ്. ഞാൻ പ്രസ്ഥാനത്തോട് എനിക്ക് പ്രതിഷേധമില്ല, പ്രസ്ഥാനത്തിന് ദോഷം വരുന്നൊന്നും ഞാൻ ചെയ്യൂല. പക്ഷേ ചില വ്യക്തികൾ ചില ഭാഗങ്ങളിൽ ഇരുന്നിട്ട് ചിലത് നിഷേധിക്കുക പറയുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കണം. അത് പ്രവർത്തകരെ ബോധവൽക്കരിക്കണം. അതാണ് എൻ്റെ ഉദ്ദേശം. പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റും. മിസ് ഗോൾ അങ്ങനെ മെമ്പർഷിപ്പ് ഉണ്ട്. അവർ ചുമതല തരുന്നില്ല എന്ന് മാത്രം. ചുമതലയല്ല, സസ്പെൻഡ് ചെയ്തിരിക്കുകയല്ലേ. പിന്നെ മിസ്ഡ് ഗോൾ മെമ്പർഷിപ്പ് ആയതുകൊണ്ട് ആർക്കും കൊടുക്കാമല്ലോ. അതിൻ്റെ പേരിൽ അതിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ എടുത്തത് മാത്രം. അപ്പോൾ ഈ കൺവെൻഷനിൽ 15-ാം തീയതി നിറഞ്ഞു കവിഞ്ഞ ടൗൺ ഹാളായിരിക്കും. യാതൊരു സംശയമില്ല. വന്ന് നിങ്ങൾ സമയപ്പെടാം. രാവിലെ 10 മണിക്ക് തുടങ്ങും. അതെങ്ങനെ പോയാലും ഒരു 1 മണി വരെ ഉണ്ടാവും. ആ, 17 വന്നിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു, നിങ്ങൾക്ക് കാണാമല്ലോ. യാതൊരു സംശയമില്ല. സമാനമായിട്ട് ഇതേ ചിന്താഗതിയുള്ള പ്രവർത്തകർ, അവഗണിക്കപ്പെട്ട പ്രവർത്തകർ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. അവരെല്ലാവരും ഒരിക്കൽ ഞങ്ങൾ കൂടിയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു നേരത്തെ ഡെമോക്രാറ്റിക് പീപ്പിൾ ഫോറം എന്നിട്ട് കൂടിയിട്ടുള്ളതാണ്. സാമ്പത്തിക ലൈബിലിറ്റികളും പല പ്രശ്നങ്ങളും അത് നിർത്തിവെച്ചതാണ്. സംഘടനയ്ക്കെതിരായി പോകരുത് എന്നുള്ള അർത്ഥത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തകരുടെ സംഗമങ്ങളും പല വിഷയങ്ങളോടും കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കുള്ള വിഷയങ്ങളോടും പ്രതികരണവും ഉണ്ടാവാം, സ്വാഭാവികം. പിന്നെ അത് ഉണ്ടാകട്ടെ. കാരണം പാർട്ടിയുടെ ഇന്നത്തെ സമീപനം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് എടുത്തിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ശ്രീശേട്ടൻ കേരളത്തിൻ്റെ ഒരു മനസാക്ഷി, ഒരു ശബ്ദമായി മാറട്ടെ. കാരണം ഇപ്പോൾ ഒരു പാർട്ടിയിലേക്ക് ചെന്നാൽ തന്നെ അവരുടെ നിബന്ധനകളും പുതിയ ആളുകളുടെ കാൽക്കീഴിൽ അവർ പറയണതനുസരിച്ച് നിൽക്കേണ്ടി വരും. അപ്പോൾ ഒരു മാറ്റത്തിന് ശ്രീശേട്ടന് സാധിക്കും, ശ്രീശേട്ടന് പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ശ്രീശേട്ടൻ അതിനെക്കുറിച്ചൊരു വാക്ക് എന്താ? അതായത് അവരുടെ കാൽക്കീഴിൽ നിൽക്കും എന്ന് പറഞ്ഞത് ശരിയല്ല. കാരണം ഇപ്പോൾ പുതിയ വന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. ആക്ച്വലി അദ്ദേഹം വളരെ ഒരു ബിസിനസ്മാനാണ്. ബിസിനസ് രംഗത്ത് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ബിസിനസ് കൈകാര്യം ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്സിൽ എങ്ങനെ നിൽക്കാമെന്ന് അദ്ദേഹത്തിന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം കൂടെ പ്രവർത്തിക്കുന്നവരെ തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണെന്നുള്ള ഭാവനയിലല്ല പെരുമാറുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിലവിൽ അദ്ദേഹത്തിനുള്ള ആൾക്കാർ, അതിന് മുകളിൽ മോഡി ചെയ്യപ്പോഴുള്ള ആൾക്കാരുടെയൊക്കെ ചിന്തകളിലേക്ക് അല്ലെങ്കിൽ അറിവിലേക്ക് ഇത് വരികയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർജിക്ക് അറിയുകയാണെങ്കിൽ അവരതിന് ഉതകുന്ന രീതിയിലുള്ള പരിഹാരം കാണും. പിന്നെ എന്തൊക്കെ പറയും, ഇതിനെല്ലാം ഉപരി RSS എന്ന് പറയുന്നൊരു മഹാപ്രസ്ഥാനമുണ്ട്. അവർ ഒരു പരിധിവരെ പരിവാർ പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് അവരിടപെടില്ല. പക്ഷേ പ്രശ്നം വല്ലാണ്ട് വഷളാവുന്നു, ശരീരം വല്ലാണ്ട് പഴുത്തു പോകുന്നു തോന്നിയാൽ അവരിടപെടും. അവരാ ഭാഗം മുറിച്ച് കളയും, എന്നിട്ട് രോഗം ഭേദാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ അതിൽ കൂടി വളർന്ന ആളായതുകൊണ്ട് ആ വിശ്വാസം എന്നിൽ ഇപ്പോഴും ഉണ്ട്. ആ വിശ്വാസം കൊണ്ടാണ് പല പ്രസ്ഥാനങ്ങളും എന്നെ വിളിച്ചിട്ടും ഞാൻ എവിടെയും ഒരു പ്രസ്ഥാനത്തിനും പോവാതെ, മറ്റുള്ള പാർട്ടികൾ ധാരാളം പേര് വന്നു, എൻ്റെ വീട്ടിൽ വരെ വന്നിരുന്നു, ഉന്നതരായ വ്യക്തി, ഞാൻ പേരുകൾ പറയില്ല, മോശമല്ലേ. പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ പ്രസ്ഥാനം തന്നെ എന്നെ തിരിച്ചു വിളിക്കും എന്നുള്ള ഭയങ്കര കോൺഫിഡൻസ് ഇരിക്കുന്നു. ആ കോൺഫിഡൻസ് നശിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ഈ BJPയുടെ ഒരു ക്രൂഷ്യൽ കാലഘട്ടമാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ. BJPക്ക് സീറ്റുകൾ ലഭിക്കും എന്ന് ജനത്തിനും BJPക്കും പൂർണ്ണ ആത്മവിശ്വാസവും ധൈര്യമുള്ളൊരു കാലഘട്ടമാണ് ഇപ്പോൾ. ആ കാലഘട്ടത്തിൽ BJP പരമാവധി സീറ്റുകൾ നേടാൻ ഇത്തരത്തിലുള്ള ഏതൊക്കെ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്.